പച്ചിപ്പുളിസു ആന്ധ്ര തെലങ്കാന ദേശക്കാരിയാണ്. നമ്മുടെ നാട്ടിലെ രസത്തിൻ്റെ ഒരു ചെറിയ ബന്ധുവായിട്ട് വരും. പക്ഷെ ഇതിന് കുക്കിംഗ് ഒട്ടും വരുന്നില്ല. പച്ചയാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ, പക്ഷെ വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. പുളിയാണ് കേട്ടോ ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ടോട്ടൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് 3 കപ്പ് വെള്ളമായിരിക്കും കേട്ടോ. ഏകദേശം 3/4 ലിറ്റർ വെള്ളം. 1 പിടി പുളിക്ക്, 1 പിടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിക്ക്. പുളി കുതിർന്ന് കിട്ടാൻ വേണ്ടി നോർമലി നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന പതിവുണ്ട്. ഇതിലങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, പുളിയുടെ ടേസ്റ്റ് മാറിപ്പോകും. നമുക്ക് വേണ്ടത് പുളിയുടെ പച്ച ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള 3 പച്ചമുളക് വേണം. പച്ചമുളക് നമുക്കൊന്ന് കനലിലോ അല്ലെങ്കിൽ അടുപ്പത്ത് നേരെ ഫ്ലെയിമിലേക്ക് കാണിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചുട്ടെടുക്കണം. നമുക്ക് അതിൻ്റെ ആ സ്മോക്കി സ്മെല്ലും ടേസ്റ്റും വേണം. പച്ചിപ്പുളിസു നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് പ്രധാനമായും ഈ ഒരു സ്മോക്കി സ്മെല്ലും ടേസ്റ്റും വെച്ചിട്ടാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളക് അതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. കനലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നല്ല വലുപ്പത്തിലുള്ള ഒരു വല്യുള്ളി വളരെ ചെറുതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമ്മളൊരു വലിയൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചിപ്പുളിസു മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു വലിയ ബൗൾ എടുത്തത്. ഇനി ചുടാതെയുള്ള പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഒരു 3 എണ്ണം നല്ല എരിവുള്ളത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പിടി. തണ്ടോട് കൂടിയാണ് അരിഞ്ഞത് കേട്ടോ. തണ്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മല്ലിയിലയുടെ തണ്ട് ആ വെള്ളത്തിൽ കിടന്ന് ഉപ്പും പുളിയെല്ലാം അബ്സോർബ് ചെയ്യും. അപ്പം ഒന്ന് ടേസ്റ്റ് ഒന്ന് കൂടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ ചുട്ടെടുത്ത് വെച്ചില്ലേ പച്ചമുളക്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചുട്ടെടുത്ത് വെച്ച വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചേർത്ത് വെച്ചതെല്ലാം കൂടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെ ചെയ്യണേ ഈ ഒരു പ്രോസസ്സ്. മിക്സിയിൽ ചെയ്യരുത്. മിക്സിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ രുചിയായി പോകും. കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ തിരുമ്മി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള പച്ചക്കറിയിൽ നിന്നും ഇലകളിൽ നിന്നൊക്കെ അതിൻ്റെ നീര് ഇറങ്ങാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച പുളിവെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം കൂടെ. ആ വെള്ളം ചേർക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം, നേരിട്ട് പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. കാരണം ഇതിലിനി കുക്കിംഗ് വരുന്നില്ല. ഞാൻ പുളിവെള്ളം എടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ബാക്കി വെള്ളം എടുത്തത്, അതുകൊണ്ടാണ് അത് ക്ലിയർ അല്ലാത്തത്. ഇതിൻ്റെ തിക്നെസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നന്നായിട്ട് ലൂസാണ്. ഇത്രയും ലൂസാണ് പുളിസു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ താളിപ്പ് മാത്രമേ ബാക്കി വരുന്നുള്ളൂ. താളിക്കാൻ ഒരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, പുറകെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത്, ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം വരെ എടുക്കാം. ഒരു 2-3 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതൊന്ന് ചെറുതായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് 5 സെക്കൻഡിനുള്ളിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ആ ചൂടിൽ കിടന്ന് മഞ്ഞൾപ്പൊടി പാകമായിക്കോളും. ഇനി ഈ താളിപ്പ് നമുക്ക് നേരെ
പുളിസൂലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പച്ചപ്പുളിസു റെഡിയാണ്. അയൽനാട്ടുകാരിയാണെന്ന് വിചാരിച്ചിട്ട് ആരും ട്രൈ ചെയ്യാതിരിക്കല്ലേ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയും വെറുതെ കഴിക്കാനും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ ഇടണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.